Hi students, ഇന്ന് നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബോർഡിൽ ശ്രദ്ധിക്കാം. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്സ് state that every composite number can be expressed as the product of primes and this factorization is unique apart from the order in which the prime factors occur. ഇങ്ങനെയാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് തിയറം പറയുന്നത്. ദെൻ ഇതിനെപ്പറ്റി ആലോചിക്കുന്നതിന് മുന്നേ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം, എന്നാലേ നമുക്കിത് വേഗം മനസ്സിലാവുന്നുള്ളൂ. ഓക്കെ, ദെൻ പ്രൈം ആൻഡ് കോമ്പോസിറ്റ് ഈ രണ്ട് തരം നമ്പേഴ്സ് നമുക്ക് അറിയാമെന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ദെൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? പ്രൈം 2, 3, 5, 7, 11, 13, 17, 19 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് അല്ലേ പ്രൈം നമ്പേഴ്സ്. എന്താ അതിൻ്റെയൊക്കെ പ്രത്യേകത? ഈ നമ്പറിനെ എനിക്ക് ആ നമ്പർ കൊണ്ട് മാത്രം ഇറ്റ്സെൽഫ് 2നെ 2 കൊണ്ട് മാത്രമോ അല്ലെ 1 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. 3നെ 3 കൊണ്ടോ 1 കൊണ്ടേ ഡിവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. 5നെ 5 കൊണ്ടോ 1 കൊണ്ടേ ഡിവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും അല്ലെങ്കിൽ 1 കൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അങ്ങനത്തെ നമ്പറിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും അല്ലേ. ദെൻ അപ്പോൾ കോമ്പോസിറ്റ് നമ്പറോ? പ്രൈം അല്ലാത്ത നമ്പേഴ്സിൻ്റെ ഒക്കെ നമുക്ക് എന്ത് പറയാം? കോമ്പോസിറ്റ് നമ്പറാന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ 4, ദെൻ 6, 8, 9, 10, 12, 14 ഇങ്ങനെ പോകുന്ന പ്രൈം അല്ലാത്ത നമ്പേഴ്സിനൊക്കെ നമുക്ക് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നും പറയാം. ദെൻ 1 എന്ന് പറയുന്ന നമ്പർ പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. ഓക്കെ, ദെൻ ഇനി നമുക്ക് തിയറം നോക്കാം. എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. ഞാനൊരു നമ്പർ 140 പ്രൈം അല്ല കോമ്പോസിറ്റ് ആണ് അല്ലേ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ അപ്പം തന്നെ നമുക്ക് കോമ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇതിനെ നമ്മൾ പഠിച്ച പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി ഒന്ന് ചെറുതാക്കുകയാണേ. അപ്പം 140നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് പ്രൈം നമ്പേഴ്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് പ്രൈം നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 70, അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 35. ദെൻ 35ൽ പോകുന്ന അടുത്ത പ്രൈം നമ്പർ 5 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7, പിന്നെ 7ൽ 7 ടൈംസ് 1. ഓക്കെ, 7ൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 ടൈം. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? 140 ഈക്വൽ ടു 2 into 2 into 5 into 7 or 2 square into 5 into 7 എന്ന് എഴുതാമല്ലോ. എഴുതിക്കൂടെ? നോക്ക്, നമുക്കൊരു കോമ്പോസിറ്റ് നമ്പർ തന്നു, നമ്മൾ അതിനെ എങ്ങനെ എഴുതി? പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതി. എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്. ഏതൊരു കോമ്പോസിറ്റ് നമ്പർ തന്നാലും നമുക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ആക്കി എഴുതാൻ പറ്റും. ദെൻ ആൻഡ് ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക്. ഈ ഫാക്ടറൈസേഷൻ യുണീക്ക് ആണ്. ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും കറക്റ്റായിട്ട് തെറ്റിക്കാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കർ. നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ ഈ പ്രൈം നമ്പേഴ്സിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയെന്ന് വരാം, പക്ഷേ നമ്പേഴ്സും അതിൻ്റെ എണ്ണവും എന്തായിരിക്കും? കൃത്യമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെ നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും. അത് നിങ്ങൾ എഴുതിയാലും ഞാൻ എഴുതിയാലും വേറൊരാൾ എഴുതിയാലും ഒരേപോലെ ആയിരിക്കും. ചിലപ്പോൾ ഓർഡറിൽ വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വെറുതെ ഇംഗ്ലീഷിൽ ബൈഹാർട്ട് കാണാപ്പാടം പഠിക്കേണ്ട. നിങ്ങൾ ഒരു പ്രോബ്ലം എടുത്ത് തന്നെ പഠിക്കുക. ഇവിടെ നമുക്കൊരു നമ്പർ തന്നു, അതിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ തന്നു, അതിനെ നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ആക്കി എഴുതി, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ഈച്ച് നമ്പേഴ്സ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 156, അതായത് നമ്മൾ പഠിച്ച പ്രൈം ഫാക്ടറൈസേഷൻ തന്നെയാണ്. 156നെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ആക്കി എഴുതാൻ നമ്മൾ അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7, 8. ദെൻ അടുത്തത് അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 9. Okay, then again
ഇനി 3ൽ പോകില്ലേ 39 1 3 13 പിന്നെ 13ൽ പോവും 1 ടൈംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 156 equal to 2 into 2 into 3 into 13. That means 2 square into 3 into 13. ഇതാ നോക്ക്, 156നെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതി. ക്ലിയർ ആണല്ലോ? ദെൻ ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5005 ഏതാ? 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് 5ൽ സ്റ്റാർട്ട് ചെയ്യാം, അത് എളുപ്പം അല്ലേ? 5 പ്രൈം ആണ്, 5 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 5 1 times 0 0 1. ഓക്കെ, ദെൻ 1001 ഏതാ പോവാ? 3 പോവും, 5 3 ഇല്ല, 3 പോവാൻ ചാൻസ് ഇല്ല, 3 പിന്നെ 7 പോവാൻ ചാൻസ് ഉണ്ട്. നോക്കാം, 7 1001ൽ കട്ട് ചെയ്ത് നോക്കുക. 1 ടൈം ബാലൻസ് 30, 30ൽ 4 ടൈംസ് ബാലൻസ് 2, 21ൽ 3. ഓക്കെ, ദെൻ 143 11ൽ പോകും, 11 കൊണ്ട് കട്ട് ചെയ്ത് നോക്കാം. 1 ടൈം ബാലൻസ് 33ൽ 3. ദെൻ 13ൽ 13 കൊണ്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, 1 ടൈം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5005 ഈക്വൽ ടു 5 into 7 into 11 into 13 അല്ലേ? ഇതാ നോക്ക്, ഒരു കോമ്പോസിറ്റ് നമ്പർ. ഈ കോമ്പോസിറ്റ് നമ്പറിനെ നമ്മൾ എങ്ങനെ എഴുതി? പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ആക്കി എഴുതി. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ നന്നായി പ്രാക്ടീസ് ചെയ്താലേ സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ നമ്പേഴ്സ് എടുത്തിട്ട് ചെയ്യുക. ഇവിടെ ബാക്കി സിയും ഡിയും നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഈ 2 പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് യൂസ് ചെയ്തിട്ട് HCFും LCMും എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ HCF ആൻഡ് LCM ഓഫ് 1050 and 360. ഓക്കെ, HCF കണ്ടുപിടിക്കാൻ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ട് നമ്മളൊരു വഴി പഠിച്ചിട്ടുണ്ട്, അത് അവിടെ കട്ടെ. ദെൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് HCFും LCMും ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. 1050 and 360 ആണ് നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ഇതിൻ്റെ HCF LCM കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം ഇതിനെ പ്രൈം ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ നോക്കാം. 1050നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 525 വരും. അഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 105 വരും. അഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21 വരും. 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 വരും. ദെൻ 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. അപ്പം 1050നെ നമുക്ക് 2 into 3 into 5 square into 7 എഴുതി. 2 into 3 into 5 square into 7 എഴുതി. ഓക്കെ, ദെൻ 316 എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് 316നെ ചെയ്ത് നോക്കാം. 316നെ പ്രൈം ഫാക്ടേഴ്സിന് ചെയ്താൽ 2 കൊണ്ട് കട്ട് ചെയ്യാം 180, അഗെയിൻ 2 കൊണ്ട് കട്ട് ചെയ്യാം 90, അഗെയിൻ 2 കൊണ്ട് കട്ട് ചെയ്യാം 45, 45നെ 3 കൊണ്ട് കട്ട് ചെയ്യാം 15, 15നെ 3 കൊണ്ട് കട്ട് ചെയ്താൽ 5 കൊണ്ട് കട്ട് ചെയ്താൽ 1. ഓക്കെ, അപ്പം 316നെ നമുക്ക് 2 raised to 3 into 3 square into 5 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ HCF ഓഫ് 1050 and 360 ഈക്വൽ ടു എന്താ വരിക നോക്കാം. HCF കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിൽ കോമൺ ആയിട്ട് കിടക്കുന്ന നമ്പേഴ്സിൻ്റെ ലീസ്റ്റ് പവറാണ് എടുക്കേണ്ടത്. കോമൺ ആയിട്ട് കിടക്കുന്ന നമ്പേഴ്സിൻ്റെ ലീസ്റ്റ് പവർ. ഓക്കെ, എങ്ങനെയാണ് ലീസ്റ്റ് പവർ എടുക്കാൻ നോക്കാം. ഇതിൽ കോമണ് 2 raised to 1 and 2 raised to 3 ഉണ്ട്. അപ്പോൾ ഇതിൽ ലീസ്റ്റ് 2 raised to 1 ആണ്, ദാറ്റ് ഈസ് 2. ദെൻ 3 raised to 1 ഉണ്ട്, 3 raised to 2 ഉണ്ട്. അപ്പോൾ അതിലെ ലീസ്റ്റ് 3 raised to 1 ആണ്, അതെടുത്ത്. ദെൻ 5 raised to 2 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ അതിൽ ലീസ്റ്റ് 5 raised to 1 ആണ്, 5 എടുത്ത്. ഓക്കെ, അപ്പം 2 നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടേഴ്സും കമ്പയർ ചെയ്യുക. ലീസ്റ്റ് പവറുള്ള കോമൺ ഫാക്ടേഴ്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് HCF കിട്ടും. 2 into 3 6, 6 into 5 30. 30 ആണ് ആൻസർ. ദെൻ HCF കിട്ടി. ഇനി നമുക്ക് LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കോമൺ ആയിട്ട് കിടക്കുന്നതിലെ ഹയസ്റ്റ് പവർ കൊടുക്കണം, പിന്നെ വെറുതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ എടുക്കണം. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് കിടക്കുന്നതിൽ ഹയസ്റ്റ് 2 raised to 3 ഉണ്ട്, പിന്നെ 3 raised to 2 ഉണ്ട് ഇതിൽ, പിന്നെ 5 raised to 2 ഉണ്ട് ഇതിൽ.
5 raised to 2. പിന്നെ അവിടെ വെറുതെ ഒരു 7 ഇരിക്കുന്നുണ്ട്, അയാളെയും പിടിക്കണം. ഓക്കെ, ദെൻ എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുക? 2 raised to 3 8 into 9 into 25 into 7 ആൻസർ. ഓക്കെ, ആൻസർ 12600 കിട്ടും. 8 7s 200 100. ഓക്കെ, 12,600 LCM കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1400 and 540 ഈ രണ്ട് നമ്പേഴ്സിന്റെ HCF LCM കണ്ടുപിടിക്കാനാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് 1400ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ വേണം. കട്ട് ചെയ്യാം. 200 ഡിവൈഡ് ചെയ്താൽ 700, again 200 ഡിവൈഡ് ചെയ്താൽ 350, again 200 ഡിവൈഡ് ചെയ്താൽ 175, again 200 പോകില്ല, 500 ഡിവൈഡ് ചെയ്യാം. 17ൽ 3 ടൈംസ് ബാക്കി 25ൽ 5 ടൈംസ് 35 കിട്ടും. 35ൽ again 500 ഡിവൈഡ് ചെയ്താൽ 7 ടൈംസ് കിട്ടും. 7 7 കൊണ്ട് 1 കിട്ടും. ഓക്കെ, അപ്പം 1400 നമുക്ക് 2 raised to 3 into 5 raised to 2 into 7 എഴുതാം. ഓക്കെ, അടുത്തത് 540 ചെയ്യാം. 540 നമുക്ക് 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 540ൽ 2 ടൈംസ് ബാക്കി 1 14 7 0. ഓക്കെ, ദെൻ അടുത്തത് again 2 കൊണ്ട് കട്ട് ചെയ്താൽ 1 ടൈം 3 ടൈം 5 ടൈം. ഓക്കെ, ദെൻ 5 കൊണ്ട് കട്ട് ചെയ്താൽ 2 ടൈം 35ൽ 7 ടൈംസ്. ഓക്കെ, ദെൻ again നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാം 9 ടൈംസ്. again 3 കൊണ്ട് കട്ട് ചെയ്യാം 3 ടൈംസ്. 3 കൊണ്ട് കട്ട് ചെയ്യാം 1 ടൈംസ്. ഓക്കെ, നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 raised to 2 into 3 raised to 3 into 5 എന്ന് ആൻസർ കിട്ടും. 2 raised to 2 into 3 raised to 3 into 5 എന്ന് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് ഇതിന്റെ HCF LCM കണ്ടുപിടിക്കണം. ദെൻ HCF is equal to നമ്മൾ നേരത്തെ പഠിച്ചു, എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് കിടക്കുന്നതിലെ ലീസ്റ്റ് പവർ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ഇവിടെ കോമൺ ആയിട്ട് കിടക്കുന്നത് ആരൊക്കെയാ? 2 raised to 3 ഉണ്ട്, 2 raised to 2 ഉണ്ട്. അപ്പൊ ഇതിൽ 2 raised to 2 കൊടുത്ത്. ദെൻ 5 raised to 2 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ ഇതിൽ 5 എടുക്കാം. വേറെ ആരെയും കോമൺ ആയിട്ട് കിടക്കുന്നുണ്ടോ രണ്ടിലും? ഇല്ലല്ലോ. അപ്പൊ ആൻസർ 2 raised to 4 into 5 20 ആൻസർ കിട്ടും. ദെൻ LCM കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് കിടക്കുന്നതിലെ ഹയസ്റ്റ് പവർ എടുക്കുക. അപ്പൊ 2 raised to 3 into 5 raised to 2. ഇവിടെ കോമൺ ആയിട്ട് കിടക്കുന്നതിൽ 5 raised to 2 കോമൺ എടുത്തു. ദെൻ ഒരു 7 വെറുതെ ഇരിക്കുന്നുണ്ട്, ഒരു 3 raised to 3 വെറുതെ ഇരിക്കുന്നുണ്ട്. അവരെ നമ്മളെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തോളണം. ഓക്കെ, എന്നാലേ LCM കിട്ടുള്ളൂ. ദെൻ 8 25 7 27 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിന്റെ LCM കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 26 and 91. ഓക്കെ, രണ്ടിനും നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 26നെ 2 കൊണ്ട് 13 കിട്ടും. 13ൽ 13 പോകുള്ളൂ 1 ടൈം. അപ്പം 2 into 13. 91നെ നമുക്ക് 2 കൊണ്ട് പോകില്ല, 3 കൊണ്ട് പോകില്ല, 7 പോവും. 7 കൊണ്ട് 1 ടൈം ബാക്കി 20 കൊണ്ട് 3 13 again 13 1 ടൈം. അപ്പോൾ 7 into 13 കിട്ടി. ദെൻ HCF എന്താ വരിക നോക്കാം. HCF ഇതിൽ കോമൺ ആയിട്ട് 13 ആണ്, പവർ ഒന്നുമില്ല, അപ്പോൾ അതന്നെ 13. ദെൻ LCM കോമൺ ആയിട്ട് എടുക്കുന്നതിൽ ഹയസ്റ്റ് എന്ന് പറയാനില്ല, അപ്പോൾ 13 തന്നെ. പിന്നെ ഒരു 2 പിന്നെ ഒരു 7 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് അതിൻ്റെ HCFും ഇത് LCMും കിട്ടും, ഇവിടെ LCMും കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 26 into 7 26 into 7 2 4 18 182 ആൻസർ കിട്ടും. ഓക്കെ, ബാക്കി 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത് 2 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ HCF and LCM. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്താ വ്യത്യാസം? നേരത്തെ ക്വസ്റ്റ്യനിൽ 2 നമ്പേഴ്സിന്റെ HCF LCM കാണാനായിരുന്നു. ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 6 72 120 ഈ നമ്പേഴ്സിന്റെ ഒക്കെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 6നെ നമുക്ക് 3 into 2 2 into 3 ഡയറക്റ്റ് എഴുതി. ദെൻ 72നെ ചെയ്ത് നോക്കാം. 72നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 2ൽ 36 again 2ൽ 18 again 2ൽ 9 9ൽ 3 ടൈംസ് 3 1. അപ്പം
2 raised to 3 into 3 raised to 2 എന്ന് കിട്ടും. അടുത്തത് 120 ആണ്. 120നെ നമുക്ക് ചെയ്ത് നോക്കാം. 120നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 60, 2 കൊണ്ട് ചെയ്താൽ 30, അഗെയിൻ 2 കൊണ്ട് ചെയ്താൽ 15, 3 കൊണ്ട് ചെയ്താൽ 5, അഗെയിൻ 5 കൊണ്ട് ചെയ്താൽ 1. ദെൻ 2 cube into 3 into 5. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് നേരത്തെ ചെയ്ത പോലെ HCF LCM കണ്ടുപിടിക്കാം. HCF is equal to കോമൺ ആയിട്ട് കിടക്കുന്നതിലെ ലീസ്റ്റ് പവർ. കോമൺ ആയിട്ട് ഇവിടെ 2 മൂന്നിലുണ്ട് അല്ലേ? ഇതിൽ ഏറ്റവും ലീസ്റ്റ് പവർ 2 അല്ലേ? അപ്പോൾ 2 എടുത്ത്. ദെൻ 3യും കോമൺ അല്ലേ മൂന്നിലും? അതിൽ ഏറ്റവും ലീസ്റ്റ് പവർ 3 അല്ലേ? അപ്പോൾ ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ HCF എന്ത് കിട്ടി? 6 കിട്ടി. ദെൻ LCM കോമൺ ആയിട്ട് കിടക്കുന്നതിൽ ഹയസ്റ്റ് പവർ. അപ്പോൾ 2 raised to 3 ആണ് ഹയസ്റ്റ്. ഇവിടെ കോമൺ ആയിട്ട് കിടക്കുന്നതിൽ 3 raised to 2 ഉണ്ട്. ഓക്കെ, പിന്നെ വെറുതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5. അപ്പോൾ ആൻസർ എന്ത് വരും? 2 raised to 3, 8 into 9 into 5. അപ്പോൾ എന്താവും? 8 9s are 72 into 5. 72 into 5 എന്ന് പറയുമ്പോൾ 360 വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12, 15, 21 ഈ മൂന്ന് നമ്പേഴ്സിന്റെ HCF LCM കാണാനാണ് പറയുന്നത്. ഓക്കെ, ദെൻ 12നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 2 6 2 3 3 1. അപ്പോൾ 2 into 2 into അപ്പോൾ 2 square into 3. ഓക്കെ, റെഡി അല്ലേ? ദെൻ 15 നമുക്ക് 3 into 5 ചെയ്തേണ്ട ആവശ്യമില്ല. 21നെ 3 into 7 അല്ലേ? ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അത് ഡയറക്റ്റ് എഴുതാൻ പറ്റും, ചെറിയ നമ്പേഴ്സ് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ മൂന്നിലും കോമൺ ആയിട്ട് ആരാളുള്ളത്? HCF മൂന്നിലും കോമൺ ആയിട്ട് ആരാളുള്ളത് നോക്കാം. എന്തെങ്കിലും കോമൺ ഉണ്ടോ? 3 കോമൺ ഉണ്ട് അല്ലേ മൂന്നിലും? ഓക്കെ, അപ്പോൾ ആൻസർ 3. ലീസ്റ്റ് പവറോ ഹയസ്റ്റ് പവറോ നോക്കാനൊന്നുമില്ല, ഒറ്റ 3 ഉള്ളൂ. അപ്പോൾ 3 തന്നെ എടുക്കാം. ദെൻ LCM കോമൺ ആയിട്ടുള്ളതിൽ ഹയസ്റ്റ് പറയാൻ ആരുമില്ല, 3 തന്നെ. പിന്നെ വെറുതെ ഇരിക്കുന്നവർ 2 square into 5 into 7. അപ്പോൾ 3 into 4 into 5 into 7. 12 into 35. 12 into 35. 420 കിട്ടും ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി 2 ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പം ചെയ്യുക. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ.